ഹായ്, ഉള്ളി മുളക് ചമ്മന്തിയാണേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൊച്ചുള്ളിയാണ് പൊളിച്ചെടുത്തേക്കുന്നത്. അതൊരു ചെറിയ ജാറ് നിറയെ ഉണ്ടായിരുന്നു. അത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തൊടാതെ വേണം അരയ്ക്കാൻ. അരച്ച് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് നമ്മൾ അരച്ച ആ ഉള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള വേണേലും എടുക്കാം. ചെറുതായിട്ട് മധുരിക്കുമെന്ന് മാത്രമേ ഉള്ളേ. കൊച്ചുള്ളി വെച്ച് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അരച്ച പേസ്റ്റ് കടുക് പൊട്ടിച്ചതിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി നല്ല കട്ടിക്ക് കിട്ടുമേ. നമുക്ക് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടും. അതുവരെ ഒന്ന് ചെറുതായിട്ട് വഴട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തോട്ട് ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ ഒന്ന് വഴട്ടി കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. എരിവ് കൂടുതലുള്ളത് ഇട്ട് കൊടുക്കാം. നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പച്ചമണമൊക്കെ ആ പൊടിയുടെ മാറി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇച്ചിരി കുഴമ്പ് പരുവത്തിന് വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ആയിക്കഴിഞ്ഞാലും ഇത് നല്ല തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നല്ലപോലെ ഇളക്കി അതിനകത്തോട്ട് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് ഇത് നല്ല തിളച്ച് ഒന്ന് കുറുകി വറ്റി വന്നാൽ മതി. ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദോശയുടെ കൂടെയൊക്കെ അടിപൊളിയാണേ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും തേങ്ങാ ചമ്മന്തിയൊക്കെ അല്ലേ അരയ്ക്കുന്നത്. അപ്പോൾ ദോശ ചുട്ട് ഈ ഉള്ളി ചമ്മന്തിയുടെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല എരിവ് ഇച്ചിരി ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ദോശയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ദോശ ഒരു വശം ആയിട്ടുണ്ട്, മറിച്ചിടാം. ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.